ഡാ ഇറങ്ങ, അവന് വിശക്കുണ്ടാവും. നമുക്കൊരു കട്ടൻ അടിക്കാം. ഇറങ്ങ. വാ മോനെ, എന്തെങ്കിലും കുറിച്ച് കഴിക്കാം. വാ. വേണ്ട അച്ഛാ. അച്ഛൻ്റെ കുട്ടിയല്ലേ, കഴിച്ചോ? വാടകണ്ണ. വേണ്ട. വേണ്ട വിജയേട്ടാ, നമുക്ക് പോവാം. ഇങ്ങനെ മൗനവ്രതവും പട്ടിണിയായിരുന്നാൽ ശരിയാവില്ല. ഞാനിപ്പോൾ വരാം. ഇതാ പിടിക്കേ. പതുക്കെ വണ്ടിയിൽ നിന്ന് കഴിച്ചാൽ മതി. ഒന്നും കഴിച്ചില്ലെങ്കിലേ വയറ്റിൽ ഗ്യാസ് കയറും. വയറൊരു ശിവലോക മോനെ, എല്ലാം ശിവമയം. കേട്ടോ കണ്ണാ, ഇത് മുഴുവൻ കഴിക്കണത് കേട്ടോ. വാ. ഇതെന്താ ചെക്കിങ് ഉണ്ടോ? അതെ, ഒന്ന് നിർത്തോ. മേലേക്കാല വരെ ഞങ്ങളൊന്ന് ആക്കി തരുമോ? കൊണ്ടുപോകാല്ലേ? കേറാശാനെ, വേഗം വാ. ഡോറ് തുറന്ന് കയറിക്കോളോ. ഒരു പ്രായമായി കഴിഞ്ഞ മക്കളും മരുമക്കളൊക്കെ അവരുടെ വഴിക്കായിരിക്കില്ലേ? നീ ഇതിപ്പോ മനസ്സിലാക്കണേ ഉള്ളൂ. നമ്മളെ കാര്യം എന്താവുന്ന ആർക്കറിയാം. താത്തക്ക് തീരെ വയ്യല്ലേ? പിടിച്ചിരുന്നോളൂ. പണി കിട്ടി. ഇത് ഇടിഞ്ഞു വീണതാ, നമുക്കത് മാറ്റിയിട്ട് പോവാം. വാടാ ബാലു, ഇറങ്ങ. മോനോട് ഇരുന്നു. നല്ലോണം വേർക്കേണ്ടി വരും ബാലു. പണ്ടൊക്കെ ഈ വഴിക്കുള്ള യാത്ര മഹാദുരിതമായിരുന്നു. മണ്ണിടിച്ചിലും മരമ്പയിലും ഒക്കെ ഈ വഴി എന്നും തരാറെന്നെ. പിടിക്ക്. വേണ്ടൊക്കെ ഞങ്ങൾ മാറ്റിക്കോളാം. മാറിന്നോളൂ. അന്നൊന്നും മൃഗങ്ങൾ വഴിയിലേക്ക് ഇറങ്ങാറില്ല. ഇന്നിപ്പോ മരം വെട്ടി കാടില്ലാതായില്ലേ. പുഴയൊക്കെ മരുഭൂമി പോലെയല്ലേ കിടക്കണത്. പണ്ട് യൂണിയനിൽ പണിയെടുത്തെന്തായാലും നന്നായി. അപ്പൊ വഴിയിലും വീട്ടുപറ്റത്തും ഒക്കെ എത്തും പാവം മൃഗങ്ങള്. മനുഷ്യന്മാരെല്ലാം വെട്ടി പിടിക്കല്ലേ. മോന്റെ പേരെന്താ? കണ്ണൻ. കണ്ണനോ? നല്ല പേരാണല്ലോ. ഒരു നാരങ്ങ കഴിച്ചടാ. ആ, കഴിച്ചോ? ഇനിയും ഒരുപാട് ദൂരം പോണോ വിജയേട്ടാ? ഏയ്, നമ്മളിപ്പോ എത്തൂടാ. ഇക്ക കേറ്. കുഴപ്പമൊന്നുമില്ല. വേഗം കേറ്. ഇങ്ങടുത്തിരുന്നു. ബസ് അകത്ത് നിന്നാ അവിടെ നിൽക്കലേ ഉണ്ടാവും. ആ ഡോറ് നടച്ചു. അല്ല, ഒരു വണ്ടി കിട്ടിയത് നന്നായി. വണ്ടി കുലുങ്ങുന്നോണ്ടാ. നീ പിടിച്ചിരിക്കേ. ഇപ്പൊ എത്തൂട്ടാ. ലാൽജി. ആ ലാൽജി, ഞങ്ങളിതാ വന്നോണ്ടിരിക്കയാണ്. കുറെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇപ്പൊ നമ്മളിവിടെ എത്തി. 4 എയർപിന്ന് കഴിഞ്ഞാ മേലേക്കാവല. അവിടെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ആ, മേലേക്കാവൽ എത്താറായി. അവിടെ വരെ ഒരാളുണ്ട്. ശരി, ചോദിച്ചിട്ട് വരാം. നമ്മളെത്താറായ വിജയേട്ടാ? പിന്നെ ഒരു 10 മിനിറ്റ്. അവിടെ ലാൽജി അറിയോ? ചെക്കിക്കുളം കുരിശുപള്ളിക്കടുത്തുള്ള. ആ, മനസ്സിലായി. നമ്മുടെ പറയത് മുതലാളിന്റെ സ്ഥലം വാങ്ങി താമസിക്കുന്ന ആളല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? അറിയാ സാറേ, ഞങ്ങൾ ഇറങ്ങുന്നതിന് അടുത്താ. ഇവിടെ വന്നിട്ടിപ്പോ 7-8 കൊല്ലായി കാണും. എന്നും രാവിലെയും വൈകുന്നേരം പുഴക്കരത്തോട്ടത്തില് പോയി വരുന്നത് കാണാം. ആളിത്തിരി ഗൗരവക്കാരനല്ലേ? ഏയ്, വെറും പാവം. എന്നാ സാറേ, ഞങ്ങൾ ഇവിടെ ഇറങ്ങാം. ഓ, ഇവിടെ അടുത്താ ഞങ്ങളുടെ. ഇനി നിങ്ങൾക്ക് വഴി തെറ്റില്ല, നേരെ പോയാ മതി. ഓ, ഓ ശല്ലാ. അപ്പൊ വീണ്ടും കാണാം. ഓ ശല്ലാ. ഞങ്ങള് പോട്ടെട്ടാ. ഓ, പിന്നെന്താ, അങ്ങനെ ആവട്ടെ. ഒന്ന് പിടിക്കേ. എന്റെ പൊടച്ചോനെ, മെല്ലെ മെല്ലെ. ഒന്ന് പിടിക്കേ. ഓ,
ഇതാ ലാൽജിയുടെ വീട്, ഇറങ്ങാം. ഹ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പേടിക്കാണ്ട വാ. കണ്ണാ, ഇവിടെ പുഴയുണ്ട്, ഇതാ അവിടെ. ലാൽജി, we are here. ஏய் வாங்கோ தலைவரே வாங்கோ. வணக்கம் வணக்கம். என்ன சமாச்சாரம், சௌக்கியமா? ரொம்ப സൗഖ്യം തലവരേ. അയ്യോ, നീ അങ്ങ് മെലിഞ്ഞു ഉണങ്ങി പോയല്ലോടാ. ദുബായിൽ ഇപ്പൊ ഫുഡൊന്നും കിട്ടിയിട്ടില്ല. ഡയറ്റിങ്ങിലാ, സ്ലിം ആവാൻ പറ്റും, ഞാനും നോക്കട്ടെ. ഓ, കൊണ്ടാട്ടി മകന്റെ അടുത്തൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനും ഇപ്പൊ ഡയറ്റിങ്ങിലാ. പിന്നെ ലാൽജി, ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ. ഇവൻ എൻ്റെ ഒരു അനിയനെ പോലെ. ഏയ്, ഇത് ബാലു, കണ്ണൻ. തോമാച്ച. ഓ, തോമാച്ചനെ അറിയില്ല വിജയ്. പഴയ തോമാച്ചൻ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ അടുക്കളയിൽ മീൻ വറുത്തോണ്ട് നിന്നപ്പോഴാ സാറാണല്ലോ വിളിക്കുന്നേന്ന് ഓർത്തെ. വാണം വിട്ട പോലോട് ഇവിടെ വന്നപ്പോഴല്ലേ ഓർത്തതും കേട്ടതും ഒക്കെ ശരിയായിരുന്നല്ലോ. കർത്താവേ, സമാധാനമായി. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇവരാണ് വിരുന്നുകാർ. എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കിക്കോ. അവസാനം ഓരോന്ന് ചോദിച്ച് എന്നെ കക്ഷത്തിലാക്കരുത്. ഏയ് ഇല്ല, വിരുന്നുകാരൊക്കെ വന്നാട്ടെ. തോമാച്ചൻ അങ്ങനെ വന്നാട്ടെ വന്നാട്ടെ. ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസം കാണും? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. കഴിഞ്ഞ പ്രാവശ്യം വന്നവരെ കണ്ണടച്ച് തുറക്കും മുമ്പ് വാണം വിട്ടടക്കങ്ങ് പോയി കളഞ്ഞ്. എന്നാ പിന്നെ സാറ് കുളിച്ച് റെഡിയായാട്ടെ, ഞാൻ ഭക്ഷണം റെഡിയാക്കാം. വിജയ്, നീ ശ്രദ്ധിച്ചോ അവന്റെ പ്രശ്നം എന്താണെന്ന്? അവനെ ഡിപ്രഷൻ ആവാം, മനഃപൂർവ്വമായി അല്ലാതെയുള്ള അഭിനയമാവാം. എന്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാം, കെയർ കിട്ടാം. ഇതുമല്ലെങ്കിൽ വല്ലതും കണ്ട് പേടിച്ചതുമാവും. ഏതായാലും താൻ എന്നെ സമാധാനമായി ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലാലേ? അതല്ല ലാൽജി, ആ കുടുംബത്തോട് എനിക്ക് അത്രയും കടപ്പാടുണ്ട്. താനൊന്ന് മനസ്സ് വെച്ചാ ശരിയാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ മനസ്സ് റിപ്പയർ ചെയ്യുന്ന പരിപാടി മടുത്തു. വല്ലാത്തൊരു സ്ട്രെസ്സാണ്. ഇപ്പോൾ പ്രകൃതിയുമായി നല്ല കമ്മ്യൂണിക്കേഷൻ, കൂട്ടത്തിൽ കുറച്ച് മൃഗങ്ങളും. ചെരിക്കുള്ള വഴി തിരയുന്നു വീട്ടിലേക്ക്. ദാണ്ടടക്കണം. സാറ് മോനെയും കെട്ടിപ്പിടിച്ചോട് നിൽക്കുവാണോ? അവിടെ തുടങ്ങി. വേഗം ചെല്ലു സാറേ. മോനെയും വിട്ടേര്. തോമാച്ചൻ പൊന്നുപോലെ നോക്കിക്കോളാം. സാറ് ചെന്നില്ലെങ്കിൽ വലിയ സാറ് തോമാച്ചനെയാ വഴക്കു പറയുന്നത്. ചെന്നാട്ടെ, വന്നാട്ടെ. കുഞ്ഞുമോൻ എന്നത്തിനാ വിഷമിക്കുന്നേ? മറിയ കുഞ്ഞിന് പോലും ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല. തോമാച്ചനാ മറിയ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയത്. അതുപോലെ കുഞ്ഞുമോനെയും തോമാച്ചൻ നോക്കാട്ടാ. മറിയ കുഞ്ഞു പോയപ്പം തോമാച്ചൻ കരഞ്ഞു, മറിയ കുഞ്ഞും കരഞ്ഞു. ഈ തോമാച്ചൻ ഇങ്ങനെ എല്ലാരും വരുമ്പം ചിരിക്കും, പോകുമ്പം കരയും. തൽക്കാലം ഒരു സ്മാൾ ബ്രേക്ക്. നാടനല്ല, ഒറിജിനൽ സ്പെഷ്യൽ കാടൻ. ഞാൻ പറഞ്ഞു ഉണ്ടാക്കിച്ചതാ. നെല്ലിക്കയാ. ആ ബാലു, വരൂ, ഇരിക്കൂ. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇന്ന് വരെ വീട്ടിൽ നിന്ന് മാറിയിക്കാത്ത കുട്ടിയാ. അവനൊരു പാവാ സാർ. ബാലു, നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ലാൽജി ഏറ്റെടുത്തില്ലേ, നീ ഇരിക്കേ. ഇരിക്കും. ബാലുവിനെ ഒരു രസം കേൾക്കണോ? തൻ്റെ ഈ ചേട്ടനുണ്ടല്ലോ, എന്തെന്ന് വെച്ച് കുറെ തിരിഞ്ഞ് കളിച്ചിട്ടുണ്ട് ദുബായിലെ. പക്ഷെ ഒരു സ്മാൾ ബ്രേക്ക് ഇട്ടാൽ കരയുമെന്ന് മാത്രം. പക്വത തോന്നപ്പോ അതൊക്കെ മാറി. എന്തൊക്കെ പുലിവാലു പ്രശ്നങ്ങളിൽ അവൻ ചെന്നുപെടാൻ അവനെന്നെ അറിയല്ല. കേട്ടോ ബാലു, വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങിയ നാൻ സ്റ്റോപ്പ് അടിയ. കരഞ്ഞ് കരഞ്ഞ് ശനിക്കിഴമ വെളുപ്പിക്കും.
അതുവരെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അണ്ടണയും മടകോടണയും ഫോണിൽ വിളിച്ച് കറയും. ഈ കലാപരിപാടി സ്ഥലമായപ്പോ വ്യാഴൻ വെള്ളി ദിവസങ്ങളിൽ ഇവന്റെ ഫോൺ ഞാൻ എടുക്കാറില്ല. പിറ്റേ ദിവസം വിളിച്ചാളോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ എന്ന് പറയും. തടിയൻ ചങ്കു. അത് പിന്നെ ആഴ്ചയിൽ 6 ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി വണ്ടി ഓടിച്ചിട്ട് ഒരു ദിവസമെങ്കിലും സ്വന്തം മനസ്സിനോട് സംസാരിക്കണ്ടേ ബാലു? കള്ളു കുടിച്ച് കറയുന്നതോടാ സംസാരം. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവർക്ക് ഒന്ന് വിങ്ങിപ്പൊട്ടുമ്പോ ഒരു സുഖവും സമാധാനം. വാട്ട് എ ഗ്രേറ്റ് ഫിലോസഫി. ക്ലീനിങ് മൈൻഡ് ആൻഡ് ബോഡി. ഒരു തരം റിഫ്രഷ്മെന്റ്. സാറേ എന്താടോ മോണെവിടെ? അവിടെ ഇരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. വല്ലതും കഴിച്ചോ? തോമാച്ച നിർബന്ധിച്ചപ്പോ ഒരു തരി കഴിച്ചു. ആ കൊച്ചിന്റെ വിഷമം ഇച്ചിരി കടുത്തതാന്നാ തോന്നുന്നേ. അത് കണ്ടപ്പോ തോമാച്ചനും വിഷമായി. തന്റെ വിഷമം തുടങ്ങില്ലേ? കുഞ്ഞുങ്ങൾ വിഷമിക്കുന്ന കണ്ട തോമാച്ചൻ എങ്ങനെയാ സമാധാനം കിട്ടുന്നേ? ബാലു നീ എന്തായി കാണിക്കാൻ? അത് ശരി. ചേട്ടൻ മൂക്കുമുട്ടി പൂക്കുട്ടി ആയാലാ കരയാം. അണിയൻ കാണുമ്പോഴേക്കും കരയുന്ന ടൈപ്പാണല്ലേ? ഏയ് ബാലു, ഏയ് എന്താ അതിന് പറ്റിയേ? അമ്മേ, അത് വീണ്ടും നാശായോ? ഒന്നും കേൾക്കില്ലാന്നേ. കളിക്കാൻ പോവായിരുന്നു. അച്ഛാ ഞങ്ങള് പോവാ. കണ്ണാ, ഇതൊന്ന് രാജന്റെ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് നേരാക്കി തരാൻ പറയൂട്ടോ. 2 ദിവസം മുമ്പല്ലേ ഓനിത് ശരിയാക്കി തന്നത്. ഇപ്പൊ മിണ്ടുന്നില്ല. എന്തൊരു കഷ്ടാ അത്. ഒരു ദിവസം മിണ്ടിയ 6 ദിവസം മിണ്ടില്ല. ഈ റേഡിയോ നന്നൊക്കെ കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു റേഡിയോ സ്റ്റേഷൻ തുടങ്ങായിരുന്നു. മുത്തശ്ശിയെ കൊണ്ട് തോറ്റു. കുഞ്ഞുമോളെ, റേഡിയോ നന്നാക്കി തരാനല്ലേ പറഞ്ഞുള്ളൂ. അച്ഛാ ആ അബേ പറഞ്ഞു കിണറ്റിലിറങ്ങിയ ശ്വാസം മുട്ടുംന്ന്. ഇനി കിണറ്റിലിറങ്ങ കൂടിയേ വേണ്ടു. ബാക്കി എല്ലാം ആയി. ശരിയാണോ അച്ഛാ? അതെ, മനസമാധാനം ഇല്ലാണ്ടായാലേ എവിടെ ആയാലും ശ്വാസം മുട്ടും മോളെ. മോളിച്ചല്ലേ ശരിയാക്കി തരണേ. ഇന്നെ നന്നാക്കിയിരുന്നെങ്കിലേ എനിക്ക് റേഡിയോ നാടാൻ കേൾക്കായിരുന്നു. മുത്തശ്ശി കണ്ണാ, സൂക്ഷിച്ചു പോണേ. ഈ വെക്കേഷനിൽ ഞാനും പഠിക്കും സൈക്കിൾ ഓടിക്കാൻ. നീ നല്ലോണം മുറുക്ക പിടിച്ചിരിക്കട്ടാ. ചോട്ടാഭീമാണോ ഡോറയാണോ വേണ്ടത്? രണ്ടാളും വേണ്ട, നീ എടുത്തോ. എനിക്ക് ഡോറയെ മതി. ഏട്ടന് ജെറീനെയാണോ ടോമിനെയാണോ ഇഷ്ടം? എനിക്ക് ആരും ഇഷ്ടല്ല. എനിക്ക് ജെറിയെ മതി. ടോം പൊട്ടൻ. എന്നാ വേറൊന്ന്, നമ്മുടെ തലച്ചോറ് എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നറിയോ? തലച്ചോറ് നിനക്കറിയോ? ഏട്ടൻ തോറ്റൂന്ന് പറ. നിനക്കറിയൊന്ന് നോക്കട്ടെ. ബബിൾസ് ഇല്ലേ, അതുകൊണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് അടക്കി വെച്ചേക്കുക. അതാണ് ആരെങ്കിലും ചിന്തിക്കണ പടം വരയ്ക്കുമ്പോൾ ബബിൾസ് തലേന്ന് പോകണ. അറിയോ? നീ എന്റെ അനിയത്തിയാണോ ചേച്ചിയാണോ? അനിയത്തി. എന്തായാലും സംശയം. അല്ല, നിന്റെ ഭാവം കാണുമ്പോ ചേച്ചിയാണെന്ന് തോന്നും, അതുകൊണ്ട് ചോദിച്ചാ. അത് അമ്മ പറഞ്ഞിട്ടില്ലേ എന്ത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കാൾ കാര്യപ്രാപ്തി ഉണ്ടാവുന്ന. ഏട്ടന് ഭാവിയിൽ ഉപകാരമുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഭാവിയിൽ ഉപകാരമുള്ളതോ? ആ റോണിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാതിരിക്കാനുള്ള സൂത്രം. എന്നാ വേഗം പറഞ്ഞു തൊലക്കി. അങ്ങനെ അച്ഛാ വേണ്ട. പറഞ്ഞോട്ടോ, അല്ലച്ഛൻ എന്നെ ഇറക്കി വിടും. എന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും. ആരോട്? അമ്മയോട്. നീ വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞോ, എനിക്കൊരു ചുക്കുമില്ല. അമ്മോട് പറഞ്ഞോണ്ടല്ലോ പിന്നെ മോളെ നടന്നു പോണ്ട ഒരു സ്കൂളിലേക്ക്. മനസ്സിലായി. അപ്പ എന്നെ അമ്മയെ പേടിയുന്നല്ലേ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇതുമാതിരി കൊരട്ട ചോദ്യം ചോദിക്കാൻ വരില്ലേന്ന്. ഈ എണ്ണ കുറച്ചേ മറ്റേ കുഞ്ഞമ്മയുടെ അസുഖണ്ടല്ലേ? ഭഗവാനെ, ഗുരുവായൂരപ്പ, കുറുക്കമ്പനിക്കാർ പറഞ്ഞ പേപ്പറൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ലോൺ ഇന്ന് തന്നെ പാസ്സാക്കി തരണേ ഈശ്വര. ലോൺ രാജു, നാളെ എന്റെ കാശ് കാണിച്ചു തരണ്ടട്ടാ. രാജു കേട്ടോ, ഇവിടെ LCD അടവിന് കിട്ടും. അടവ് എന്റെ അടുത്ത് വേണ്ടട്ടാ. നീ മര്യാദക്ക് നിന്റെ വീട്ടുകാരെ നോക്കടാ. ഒരു LC. രാജോട്ടാ, അയ്യോ മോനെ ഇത് ഇവിടെ വെക്കില്ലേ.
ഇന്നാളെന്റെ വിലപ്പെട്ട 2 ആഴ്ച കളഞ്ഞ മുതലാണത്. കൊണ്ടുപോടാ, പോ പോ. സമയം പോലെ അച്ഛൻ വന്ന് വാങ്ങിക്കോളും ചേട്ടാ. ഇത് വിട്ടിരിക്കട്ടെ. നിന്റെ അച്ഛമ്മയ്ക്ക് ഞാനൊരു റേഡിയോ കൊടുത്തല്ലേ, അതെവിടെയാ? അത് പിറ്റേന്ന് തന്നെ കേടായി. അച്ഛമ്മക്ക് ഇത് മതിന്നാ പറയണേ. സൂക്ഷിക്കണേ, രാജുവേട്ടന്റെ റേഡിയോ പെട്ടെന്ന് കേടാവൂലോ. അതിനത് ചൈനയുടെ അല്ലേ, വില കുറയുമ്പോ ആയുസും കുറയും. ജപ്പാന്റെ റേഡിയോ ഉണ്ടോ? അമേരിക്കയിലുണ്ടാ, എന്താ വേണ? ലോൺ രാജു, ഈ ലോൺ എടുക്കുന്ന സമയം കൊണ്ട് വല്ല ലോട്ട് എടുത്തൂടെ? ഒന്ന് പോടേക്ക. ഞാനേ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ഒരു ഇലക്ട്രോണിക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി എന്റെ പേര് ലോൺ രാജു നല്ലടാ. കഴിഞ്ഞ അടുത്ത ബെമ്പർ അടിച്ച ആർക്കാന്നറിയോ? നമ്മുടെ ചായക്കടക്കാരൻ രാവുണ്ണേട്ടന്. നോക്കിയിരുന്നോ? കേസാ. അല്ല, നിന്റെ അച്ഛമ്മയ്ക്ക് എത്ര വയസ്സായി? ഒരു 78 എന്താ? അതേലേ, വയസ്സായി കഴിഞ്ഞാലേ മനുഷ്യന്മാർക്ക് മരിക്കാന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അതായോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ അച്ഛനോട് പറയും. ഞാനും പറയും അച്ഛനോട്. ഇവിടെ വെച്ചോ, ഞാൻ നോക്കിയോളാം. അയ്യോ, ഇനി അവന്റെ കയ്യിൽ നിന്ന് കൂടി തല്ല് കിട്ടുന്നുണ്ടോ? അക്ഷരപ്പൂക്കൾ ഇറുക്കാൻ കൊരുക്കാൻ അറിവിന്റെ ഹാരങ്ങൾ തീർക്കാൻ അണിയണിയായി വരും ഞങ്ങളിൽ ചൊരിയുക അമൃതവർഷം ഗുരുനാഥ, അമൃതവർഷം ഗുരുനാഥ. അക്ഷരപ്പൂക്കൾ ഇറുക്കാൻ കൊരുക്കാൻ അറിവിന്റെ ഹാരങ്ങൾ തീർക്കാൻ അണിയണിയായി വരും ഞങ്ങളിൽ ചൊരിയുക അമൃതവർഷം ഗുരുനാഥ, അമൃതവർഷം ഗുരുനാഥ. അക്ഷരപ്പൂക്കൾ ഇരുളലകൾ അകലട്ടെ, ജീവിതം പാരിൽ ഇതളിതളായി വിരിയട്ടെ. ഇന്നലകളേകിയൊരു നന്മയുടെ പാത ഇന്നിലേക്കായി വളരട്ടെ. അക്ഷരപ്പൂക്കൾ ഇറുക്കാൻ കൊരുക്കാൻ അറിവിന്റെ ഹാരങ്ങൾ തീർക്കാൻ അണിയണിയായി വരും ഞങ്ങളിൽ ചൊരിയുക അമൃതവർഷം ഗുരുനാഥ, അമൃതവർഷം ഗുരുനാഥ. അക്ഷരപ്പൂക്കൾ അഖില ജനകോടിക്കു സൗഖ്യമുണ്ടാകാൻ അന്യരുടെ വാക്കുകൾ സംഗീതമാകാൻ അസ്തമയമില്ലാത്ത സൂര്യനുദിക്കാൻ അഴകൊഴുകും ഒരു വഴി തെളിക്ക ഗുരുനാഥ. ഏയ് കണ്ണാ, അച്ഛനാണോ അമ്മയാണോ നിന്റെ കൂട്ട്? കേട്ടല്ലേ? പേടിച്ചോ? ആരാണോ നിന്റെ കൂട്ട്? രണ്ടുപേരും. ഓ, അത് നല്ലത് തന്നെ. എന്നാലും കുറച്ച് കൂടുതൽ ഓരിഷ്ടം അച്ഛനോട്. ഓ, എന്നിട്ടാണോ എന്താണ്ടായെന്ന് നീ അച്ഛനോട് പറയാത്തത്?
ഇഷ്ടമുള്ളൊരു വിഷമിക്കനെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവൂലേ? അണിയത്തിയോട് വഴക്കുണ്ടാക്കിയോ? ഒന്ന് പറയേ, എന്താ നിന്റെ പ്രശ്നം? പേടിക്കണ്ട പേടിക്കണ്ട, ആണകൾ പാവങ്ങള് വെള്ളം കുടിക്കാൻ വരുന്നതാ. പേടിക്കണ്ട. അണിയത്തിയുടെ പേരെന്താ? കുഞ്ഞിമോൾ എന്നാ വിളിക്കുക. ഓ, പേര് ലക്ഷ്മി. ഞങ്ങൾ ഒരേ സ്കൂളിലാ പഠിക്കണേ. അവൾ 3-ലും ഞാൻ 5-ലും. ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പോവാറ്. അച്ചടക്കം. അപ്പോ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാകുകയല്ലേ? എന്താ അത്? ക്രമം. പുസ്തകം അടുക്കി വെക്കുന്നു, പെൻസിലും പേനയും ചോറ്റുപാത്രവും അടുക്കി വെക്കുന്നു. അത് നമുക്ക് നല്ലതല്ലേ? സമൂഹത്തിന് മൊത്തം നല്ലതല്ലേ? അതായത് അക്രമത്തിന്റെ എതിരാണ് ക്രമം, അച്ചടക്കം. ഇപ്പോ ഈ ബോർഡിൽ ടീച്ചർ എന്താണ് എഴുതുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. അയ്യോ, ആരാ ഇത് ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളോടാ ചോദിച്ചത്. നീയാണോട്ടോ ഇത് ചെയ്ത്? ഇതിനാണോ നീ സ്കൂളിൽ പോകുന്നത്? എന്ന് ഓരോരോ പരാതി കൊണ്ട് വന്നോളൂ. അടിച്ച് പുറമൊളിക്കും. കുട്ടികൾ എങ്ങനെ തല്ലരുത്. അമ്മക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. കുറ്റം കേൾക്കണ മുഴുവൻ ഞാനല്ലേ. നിക്കണ്ടില്ല എല്ലാം ഒപ്പിച്ചിട്ട്. എന്തെന്നാണ് ഇത്? എല്ലാ ദിവസവും ഓരോരോ പരാതി. ഇതിനൊക്കെ ആരും ഉത്തരം പറയും? തല്ലണ്ടെന്ന് വെക്കുമ്പോ കൂടി വരാല്ലേ നിന്റെ കുസൃതി. നേരെ നോക്കടാ, എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടോ കണ്ടാ നിന്നെ പറ്റി പരാതി ഇല്ലാത്തത്? ഇങ്ങനെയാണെങ്കിൽ അധികം സ്കൂളിൽ പോകേണ്ടി വരില്ല. നീ അടിച്ച് പുറമൊളിച്ച് ഇവിടെ ഇടിഞ്ഞാൻ വന്നോ? എന്നാലും നിന്റെ കുറുമ്പ് തീരുള്ളൂ. എന്തീ കാണിക്കുന്നത്? ഇങ്ങനെ തല്ലി അവൻ ചത്തുപോകും. ചാവട്ടെ. ഇവൻ എന്ത് കാണിച്ചിട്ടാ? നീ ഇവനൊന്ന് വെറുതെ വിട്, ഞാൻ ചോദിച്ചോളാം. ആ, നിങ്ങളാ ഇവനെ വഷളാക്കുന്നത്. വൈകുന്നേരം ചെറിയ നനച്ചു വന്ന് പുന്നാരിച്ചാൽ മാത്രം പോരാ. മക്കൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിനെന്ന് അറിയാൻ കൂടെ വേണം തന്തമാര്. നീ ഒന്ന് അടങ്ങും ഇനി, ഞാൻ ചോദിച്ചോളാന്ന് പറഞ്ഞില്ലേ? വാ പറ, എന്തുണ്ടായി? പറഞ്ഞോ. ആരും ഒന്നും ചെയ്യില്ല, അച്ഛനല്ലേ പറയുന്നു. അവനെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ടീച്ചറിന്റെ മേത്തേക്ക് പടക്കം പൊട്ടിച്ചിരിക്കുന്നു ക്ലാസ്സിൽ. അസത്ത്. ഇനി ഇങ്ങനെ ഒന്ന് കേട്ടാ കൊല്ലും ഞാൻ. നോക്കിക്കോ. അച്ഛന്റെ മോനല്ല ആരായാലും. അമ്മയ്ക്കല്ലേ സ്വന്തം മോളെക്കാൾ വലുത് മറ്റുള്ളവരുണ്ട്. അയ്യേ, ഇതിനാണ് നീ വിഷമിച്ചത്? ഇങ്ങനെ വിഷമിക്കാൻ നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ആ ചെക്കനല്ലേ നിന്നെ കുറ്റപ്പെടുത്തി തല്ലിക്കൊള്ളിച്ചത്? എന്താ അവന്റെ പേര്? റോണി. അവന്റെ കയ്യിൽ ശരിക്കുള്ള തോക്കുണ്ട്. തോക്കോ? ആ, നീ കണ്ടിട്ടുണ്ടോ? അബേ കണ്ടിട്ടുണ്ടല്ലോ. അബയുടെ വീടിനടുത്താ റോണിയുടെ വീടും. റോണി അവൻ ആളത്ര ചെറിയില്ലല്ലേ? നീ വാ, ശരിയാക്കാം. എപ്പോഴെപ്പോഴും അവൻ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു അല്ലേ? നീ എന്താ പൊണ്ണും മിണ്ടാത്തത്? എനിക്ക് പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ ഉണ്ടെങ്കിൽ വാ, നമുക്ക് കളിക്കാം. ഇതില് ഡോറയുണ്ട്, ബുജ്ജിയുണ്ട്,
മൂത്രപ്പുര പോട്ടാക്കണ്ടല്ലോ, പിന്നെ വച്ചേക്കില്ല. നിനക്കെന്നെ അറിയാലോ, എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ. മൂത്രപ്പുരയോ? അവൻ എന്താ പറഞ്ഞേട്ടാ? ആ, അവന് വട്ട. മറ്റേ കുഞ്ഞമ്മായുടെ അസുഖല്ലേ? നാലക്ഷരം നന്നായി പഠിച്ചോട്ടെ എന്ന് വെച്ച് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോ തലേ കയറി ഇരിക്ക. ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മാഷേ. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. തലയും താഴ്ത്തി നിന്നിട്ടൊരു കാര്യമില്ല മോനെ. സത്യം പറഞ്ഞോ, നീ എന്തിനാ അത് ചെയ്തത്? ആര് പറഞ്ഞിട്ടാ ചെയ്തത്? ഞാനല്ല. അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ? ഞാനല്ല സാർ, വേണമെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു നോക്കാം. ആ, കരഞ്ഞതും പറഞ്ഞൊക്കെ മതി. ഇനി പാരന്റ്സിനെ വിളിച്ചുകൊണ്ടുവന്നിട്ടാവാം ക്ലാസ്സിലിരിക്കണോ പഠിക്കണോ എന്നൊക്കെ തീരുമാനിക്കാം. കേട്ടോടാ? പാവം പോലെ ഇരിക്കണ ഒരു ചെക്കൻ ഈ വക തോന്നിയാസങ്ങൾ കാണിച്ചാ വെറുതെ വിടാൻ പറ്റില്ല മാഷേ. സ്ട്രിക്റ്റ് ആവാൻ അറിയാഞ്ഞിട്ടല്ല, നല്ല ചൂരൽ കഷായം വേണ്ടി വരും ഇവനൊക്കെ ശരിയാക്കാൻ. ആ, പാരന്റ്സ് അറിയട്ടെ മക്കള് സ്കൂളിൽ വന്ന് കാട്ടിക്കൂട്ടണ പഠിപ്പ്. പോയിക്കോ പോയിക്കോ. നോക്കി പേടിപ്പിക്കുക. നിയമങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അത് ശരിക്കും നടപ്പിലാക്കൂടി വേണ്ടേ? ഒക്കെ ഒരു തരം കുഴഞ്ഞ പോക്ക കബീറ. എന്നാലും നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കൊറേ നേരായില്ല ചെക്ക ഫോണിൽ ചുണ്ണാമ്പ് തേച്ചോണ്ട് നിക്കണ്. ഞാൻ ചവച്ചരച്ച് തിന്നോ? ഇതേ സാർ, ചുണ്ണാമ്പ് അതിയായാലേ വായ പൊള്ളും. ചേട്ടന്ന് വൈകിട്ട് മീറ്റിങ്ങിന് വരില്ലേ? വരണട്ടാ. വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? തീരുമാനങ്ങളൊക്കെ അവരെടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. Hi bro. Why dude too late man? Cool. Come dude. Chada now release evening. Hey man. എന്താ ഇപ്പൊ ഈ Bye dude. പൈസ വൈകിട്ട് തരാമെന്നാ പറഞ്ഞത്. ഓരോരോ വേഷം കെട്ടെ. ഉത്തരവാദിത്തം വരുമ്പോ താണേ പഠിച്ചോളും. പിള്ളേരല്ലേ ചേട്ടാ, ഞങ്ങൾ പോവാം. ശരി സാർ. അവര് മീറ്റിങ്ങിന് വിളിക്കുന്ന നേരത്തെ നമ്മള് കടയും പൂട്ടി പോയാലേ പിന്നെയും തള്ളി കിട്ടി അല്ലേ? അപ്പൊ നിനക്ക് പറയായിരുന്നല്ലേ റോണിയാണോ ഇതൊക്കെ ചെയ്യണേന്ന്? നീ നോക്കാം. എന്നാ വൈകിട്ട് കാണാല്ലേ? നീ പേടിച്ചു. ഡാ പൊട്ടൻ ഗണേശ, സ്കൂളിന് തള്ളി കിട്ടി, വീട്ടിന് അമ്മ തള്ളി കൊല്ലൂന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വരണത് വരട്ടെന്ന് വെച്ച് സത്യം പറയണതല്ലേ ബുദ്ധി. വഴിയുണ്ടാക്കാം. എന്നിട്ട് ആരാ സ്കൂളിൽ വന്നത്? ഇരിക്കൂ. എന്തിനാ വിളിപ്പിച്ചേന്ന് മനസ്സിലായോ? സർ, ഇവൻ പറയുന്നത് ക്ലാസ്സിൽ തന്നെയുള്ള വേറൊരു കുട്ടിയാണ് ഇതൊക്കെ ചെയ്യണമെന്നാ. ഞാനൊന്ന് അന്വേഷിച്ചു. വേറെ 3-4 കുട്ടികളും പറഞ്ഞു. അവർക്കൊക്കെ ആ പയ്യന് പേടിയാണ് സർ. ആരാടാ പയ്യൻ? റോണി. മാഷ്ക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം സൂയിസൈഡ് ചെയ്ത സ്റ്റീഫൻ തോമസിന്റെ മകൻ. നല്ല സ്മാർട്ടാ പയ്യൻ. കുഞ്ഞു കുസൃതികളൊക്കെ ഉണ്ട്. കുട്ടികളല്ലേ? എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. സർ, ഈ റോണിയെ അടിക്കൊന്നും ചെയ്യരുത്. അവന്റെ പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കി. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാ നിങ്ങളിപ്പോ പോയിക്കോളൂ, ഇവൻ ഇവിടെ നിൽക്കട്ടെ. ശരി സർ. ടീച്ചർ, ആ റോണിയെ വിളിപ്പിക്കും. മാഷി ഒന്നും ഇങ്ങോട്ട് വരൂ. റോണി ഒന്ന് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകണം. ഹെഡ് മാസ്റ്റർ അടുത്തേക്കാ. ഇതാണ് മാഷെ ആ കുട്ടി. റോണി, നീ കണ്ടതല്ലേ മൂത്രപ്പുരയിൽ ഇവൻ ടീച്ചറുടെ പടം വരച്ചെഴുതുന്നത്? അതെ മാഷെ, ഇവണ്ടല്ലോ എന്നെ കണ്ടപ്പോഴേക്കും ഒറ്റ ഓട്ടം. ഇവനിപ്പോ എഴുതിയ പോലെ ഓർമ്മയില്ലാത്രേ. റോണി ഒന്ന് എഴുതി കാണിച്ചേ. ദാ ഇവൻ എഴുതിയ പോലെ. എന്നാ പേപ്പർ.
എങ്ങനെയാ മാഷേ? റോണിക്ക് ചിത്രം വരെ പഠിക്കണോ? ചിത്രം വരക്കാൻ ഇഷ്ടാ ടീച്ചറെ. പഠിച്ചിട്ട് എന്തിനാ? ടീച്ചർമാരുടെയും മാഷന്മാരുടെയും ചിത്രം വരച്ച് കളിയാക്കാനാ? സോറി ടീച്ചർ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശയൊക്കെ നല്ലത് തന്നെ. ഗുരുത്വദോഷം വാങ്ങി വെക്കണത് അത്ര നല്ലതല്ല കേട്ടോ. ഇനി ഉണ്ടാവില്ല ടീച്ചർ. തിരുമേനി എപ്പോ വന്നതാ? താൻ അങ്ങോട്ട് വന്ന് എന്നെ കാണുന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന് തന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതാടോ ഈ പയ്യൻ? എന്റെ ഒരു ഫ്രണ്ടോടെ മോണ. അല്ല, എന്താ പരിപാടി? ഇന്നിവിടെ നിക്കല്ലേ? അതെ, ഇന്ന് ഇല്ലത്തുള്ളതിനേക്കാൾ കുറച്ച് ഭേദമായിട്ടാവാൻ പരിപാടി നിരിച്ചു. ഞാൻ അവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ചതാ. ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തായാലും രാത്രിയാവാം. അപ്പൊ ഇന്ന് ശിവരാത്രിയാണല്ലേ? എന്നാ ഞാനൊന്ന് റെഡി ആവട്ടെ. തിരുമേനിക്ക് ഫ്രഷ് ആവണോ? ഐ എം ഓൾവേസ് ഫ്രഷ്. താൻ എന്താ ഏർപ്പാട് നോക്ക. തോമച്ചാ, എന്താ ഇയാളുടെ പേര്? തന്നോടാ ചോദിച്ചേ. പറഞ്ഞു കൊടുക്കൂ, പേടിക്കണ്ട. കണ്ണൻ. ലൗഡർ. കണ്ണൻ. പേടിയുണ്ടല്ലേ? പേടിക്കണം. കുട്ടിക്കാലത്ത് ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പേടിക്കണം. നാല് നന്നാവൂ. പിന്നെ പിന്നെ ഒക്കെ മാറും. താ ഇയാളെ എന്താ വിളിക്കുക? അങ്കിൾ. അപ്പൊ ഈ അങ്കിളിനോട് പറഞ്ഞാ പോരെ പേടിയൊക്കെ മാറ്റി തരാൻ. ബഹുമിടുക്കനാ അങ്കിള്. എന്നാലും എന്നെയൊക്കെ കുറേശ്ശെ പേടിച്ചോളൂട്ടോ. അത് നല്ലതാ. നേരെയാവും, നന്നാവും. സാറ് വിളിച്ചായിരുന്നോ? വെണ്ണീറും ചാണവും കൂടെ കൂട്ടി കൊടുത്തോണ്ടിരുന്നപ്പോഴാ സാറ് വിളിച്ചോലെ തോന്നിയത്. ആ തിരുമേനി തുടങ്ങി. താനൊന്ന് വൃത്തിയായി കുളിച്ച് നല്ലൊരു സാപ്പാട് റെഡിയാക്ക്. തോമച്ചാ, ഇന്ന് തിരുമേനിയും ഉണ്ടാവും. നോ നോൺ വെജ്, ഓൺലി വെജ്. ഞാൻ വന്ന കാരണം തനിക്ക് കടിച്ചു വലിക്കാൻ ഒന്നുമില്ലാൻ്റെ അല്ലേ? എനിക്ക് ചോറും മോരും കുറച്ച് ഉപ്പ് മതി. കടിച്ചു വലിക്കാലോ? ഉപ്പിലിട്ടതും കൊണ്ടാട്ടൻ മുളകും. തോമാച്ചാ, വേഗം വേണം. അല്ലെങ്കിലും എന്നും നോൺവെജ് കഴിച്ചാൽ സുഖമില്ല. വല്ലപ്പോഴും തിരുമണി വരുന്നത് നല്ലതാ. ഞങ്ങളുടെ സ്ഥിരം പരിപാടിക്ക് ചെറിയൊരു മാറ്റമുണ്ടാവില്ലോ. എല്ലാം അങ്ങനെയാ. എല്ലാം വല്ലപ്പോഴും ഒക്കെ ആവാം. തോമാച്ചനോ തിരുമേനിയെ വലിയ കാര്യ. അയാളുടെ കുടുംബം പണ്ട് നിങ്ങളുടെ ആൾക്കാരായിരുന്നു എന്നാ പറയുന്നത്, അല്ലേ തോമാച്ച? തനിക്കറിയോ, ഈ ജാതി മതം എന്നൊക്കെ പറയണത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ബാലൻസിങ് ആയിക്കോട്ടെ ചുറ്റുണ്ടാക്കിയതാ. ചില ആൾക്കാരുടെ കാട്ടിക്കൂട്ടില് കണ്ട ചെപ്പയെന്ന് കൈയെടുക്കാൻ തോന്നില്ല. അവറ്റകള് പുറത്തിറങ്ങിയ തോന്നിയതൊക്കെ വാങ്ങി തിന്നു. എന്നാലോ സ്വന്തം അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ തരുന്ന ഒരു തുള്ളി വെള്ളം കൈകൊണ്ട് പോലും തൊടാത്ത ജാതികള്. മനുഷ്യനായാൽ സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം. ഈ കാസ്റ്റ് കമ്മ്യൂണിറ്റി കീറി മുറിച്ചാൽ ചോരക്കളിയാവും. തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബി പോസിറ്റീവ്. അപ്പോ ലാൽ ബി പോസിറ്റീവ് മെയിൽ നോൺ വെജ്. ഞാൻ ഓ പോസിറ്റീവ് മെയിൽ വെജ്. അത്രയല്ലേ ഉള്ള വ്യത്യാസം. വിജയ്, ഇതെന്റെ സുഹൃത്ത് വിജയ്, സൗദിയിലാണ്. ഇയാൾ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷി. ഇയാളുടെ മകനാണ് ഈ പയ്യൻ. ഇതാരാണെന്ന് മനസ്സിലായോ? പിന്നെ തിരുമേനി അറിയാത്ത മലയാളികളുണ്ടോ? തോമാച്ച, ഇപ്പൊ തന്നെ കണ്ടാൽ ഒരു അമ്പലവാസി ലുക്കൊക്കെ ഉണ്ടോ. തിരുമേനി വന്നാ പിന്നെ എന്റെ ഇവിടുത്തെ വലിയ സാറ് തിരുമേനിയാ. കാരണം ഈ വലിയ സാറ് പോലും ബഹുമാനിക്കുന്ന സാറാണല്ലോ തിരുമേനി സാറ്. തോമാച്ച വേണ്ട, എന്റെ കൂടെ കൂടാ തന്റെ പണി പോവും. കുറച്ച് എന്നെ കരയിപ്പിക്കൽ ലാൽജി. സാറേ ഒഴിച്ചു തീർക്കല്ലേ, ഞാൻ ക്ലാസ് എടുക്കാൻ മറന്നു. അയ്യോ തുടങ്ങിയോ? പിന്നെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ. തലൈവരെ, നമ്മുടെ ബാലുവിന്റെ ഒരു കവിത വിജയേട്ടാ, നീ ഉണ്ടാടക്ക്. തിരുമേനിക്ക് ഇഷ്ടാവോ? ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടി കിട്ടും, തനിക്കും കിട്ടും. അയ്യോ, എന്നാ ഞാനൊന്നും പറഞ്ഞില്ല.
എന്താ അവിടെ ഒരു പുട്ടുകച്ചവടം? തിരുമേനിക്ക് ബാലുവിന്റെ കവിത കേൾക്കണോ? ശിവ ശിവ, ഇനി അതുണ്ടോ? ഈ ജന്മത്തിൽ ഇനി എന്തൊക്കെ അനുഭവിക്കാണ്ട് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നല്ലേ? ആ കേക്കട്ടെ കേക്കട്ടെ. Come on, ബാലു. അത് പിന്നെ വിജയേട്ടാ, നീ ധൈര്യമായിട്ട് പാടാ. തനിക്ക് അവാർഡോ തരില്ല, പേടിക്കണ്ട, ചെല്ല. ഒരു രസമില്ലേ? Come on, come on. നീ അങ്ങോട്ട് പാട്, എല്ലാരും കേക്കട്ടെ. Come on, ബാലു. ചെമ്പകപ്പൂവിരൽ തുമ്പാലൊരാളിൻ്റെ ചന്ദനപ്പൂമുഖം തൊട്ടുഴിഞ്ഞു. ചെമ്പകപ്പൂവിരൽ തുമ്പാലൊരാളെൻ്റെ ചന്ദനപ്പൂമുഖം തൊട്ടുഴിഞ്ഞു. വാസന്ത സന്ധ്യതൻ നക്ഷത്രരശ്മിയാൽ വാർമുടിച്ചുരുളിലെ പൂവെടുത്തു. വാർമുടിച്ചുരുളിലെ പൂവെടുത്തു. ചെമ്പകപ്പൂവിരൽ തുമ്പാലൊരാളെൻ്റെ ചന്ദനപ്പൂമുഖം തൊട്ടുഴിഞ്ഞു. മഴയുടെ തമ്പുരു ശ്രുതികളാൽ ഞാൻ ഇന്ന് പാടാൻ മറന്നൊരെൻ പാട്ടെടുത്തു. മഴയുടെ തമ്പുരു ശ്രുതികളാൽ ഞാൻ ഇന്ന് പാടാൻ മറന്നൊരെൻ പാട്ടെടുത്തു. വെറുതെയാണെങ്കിലും ഞാനീ സ്വകാര്യമെൻ ഹൃദയത്തോടിന്നും ചേർത്തുവെച്ചു. എൻ്റെ ഹൃദയത്തോടിന്നും ചേർത്തുവെച്ചു. ചെമ്പകപ്പൂവിരൽ തുമ്പാലൊരാളെൻ്റെ ചന്ദനപ്പൂമുഖം തൊട്ടുഴിഞ്ഞു. വാസന്ത സന്ധ്യതൻ നക്ഷത്രരശ്മിയാൽ വാർമുടിച്ചുരുളിലെ പൂവെടുത്തു. വാർമുടിച്ചുരുളിലെ പൂവെടുത്തു. ചെമ്പകപ്പൂവിരൽ തുമ്പാലൊരാളെൻ്റെ ചന്ദനപ്പൂമുഖം തൊട്ടുഴിഞ്ഞു. No, soon we'll be all right. തിരുമേനി. തിരുമേനി ഇറങ്ങായില്ലേ? ഇനി എന്നാ കാണുക? ഞാൻ വരുന്നുണ്ട്, അധികം വൈകാതെ. വേഗം ആയിക്കോട്ടെ, വല്ലാതെ വഹിക്കണ്ട. ചില കാര്യങ്ങൾ നീട്ടിവെക്കരുത്, സമയാസമയത്ത് നടക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരാ. തിരുമേനി കൊണ്ട് കൊണ്ടാക്കും. ആ ഡോ ബാലു, കവിത നന്നായിട്ടുണ്ടെന്ന തിരുമേനി പറഞ്ഞത്. ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. പക്ഷേ എളുപ്പമല്ല മനസ്സിലാക്കാൻ. അറിവുള്ളവർ നന്നായി എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സന്തോഷം സാർ. ഇടിയും എഴുതണം. ലാൽജി, എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. നീ പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഞാൻ വിളിക്കും, അപ്പോ ഓടി വന്ദിക്കണം. ഓക്കെ തലവരെ, ഡൺ. ഡോണ്ട് വറി. ഡാ, ഇനി നീ പേടിക്കണ്ട. മൂപ്പരൊരു ക്യാരക്ടർ അങ്ങനെയാ. വിജയേട്ടാ, കണ്ണൻ. ലാൽജിക്ക് സംഗതി പിടികിട്ടി. ഒരു പ്രശ്നമില്ല. ഹാപ്പി മാൻ. ആ ഉറങ്ങിയ
എന്റെ അച്ഛൻ പഠിക്കുന്ന കാലത്തെ ഒറ്റച്ചക്കത്തി സൈക്കിൾ കേട്ടായിരുന്നു. നിന്റെ അച്ഛനാരാ? സർക്കസുകാരനാ? ഓ, സൂപ്പർമാനാണോ നിന്റെ അച്ഛൻ? നമുക്കും പറ്റും എന്നാലോ പറഞ്ഞേ. അച്ഛൻ തന്നെ ഒന്ന് പോടാക്ക പുളി അടിക്കാതെ. റോണിയുമായി അടിപിടി തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അവനൊരു പാവം ചെറുക്കനാ സാറേ, കുറച്ച് കുറുമ്പിടുന്നു മാത്രം. കളിപ്രായല്ലേ. അവന്റെ വീട്ടിലെ സ്ഥിതി അത്ര സുഖമുള്ളതല്ല. അപ്പൊ പിന്നെ താണാള് കൊല്ലാലോ ബാലോ. ലാൽജി, അവന്റെ അച്ഛൻ സ്റ്റീഫൻ തോമസ് എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നത്. അവന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. കഴിഞ്ഞ മഴക്കാലത്ത് പുഴയിൽ അവന്റെ ശവം അടിഞ്ഞു. സൂസൈഡാന്ന് ആളുകൾ പറയുന്നത്. സാറേ, ആ കുഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കരയുന്നു, ഒന്ന് വന്ന് നോക്ക്. കണ്ണാ, മോനെ, കണ്ണാ, മോനെ. തള്ളില്ല, ആരും ഒന്നും ചെയ്യില്ല. അവനെ തൊട്ടു പോകരുത്. മാറി നിക്കോ, മാറി നിക്കാൻ. മോനെ, മോനെന്താ പറ്റിയത്? മോനെന്താ ചെയ്തത്? പറഞ്ഞോ. ആരും തള്ളില്ല. സത്യം, സത്യം, സത്യം. ഇനി പറഞ്ഞു. അങ്കിളോട് പറഞ്ഞു എന്തുണ്ടായത്? എന്ത് സൂത്രം? അച്ഛൻ പഠിപ്പിച്ചെന്താണോ? ഒന്നും അറിയില്ല. ഞാനും നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. വാ. ഇവന്റെ അച്ഛൻ ആളെ പുലിയല്ലേ? പുലിയല്ല, സിംഹം. ഒന്ന് പോടേക്ക. ആരും മിണ്ടരുത്. അള്ളി കയറിയല്ലേ ഗുണ്ട് പൊടുന്നോല് പൊട്ടും. എന്ത് ടയറ്? വാ, ഓടിച്ചിരുന്ന് കാണാം. വാ, ഓടിക്കോ. എന്തിനാ ചെവി പൊത്തിയേ? മണ്ടി പെണ്ണെ, അള്ളി കയറി ടയർ പൊട്ടുമ്പോ വലിയ ശബ്ദം ഉണ്ടാവില്ലേ? ടയർ പൊട്ടിയാ വണ്ടി കേടാവില്ലേ? നീ ഇവിടെ പറഞ്ഞയച്ചേ ഇത്തിരി പോന്ന വീക്കിലുകൾ കളിക്കാൻ പറ്റിയ കളിയല്ലേ? വേണ്ട ബേ, വേണ്ടടാ. നിങ്ങളിവിടെ പൊക്കോ. ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഞാനുള്ളൂ. ആ കാറ് വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്. ആ, ഇപ്പൊ കാണാം. പോയി പോരെ. എന്നാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. അതാ നല്ലേ. വാ പോവാ. ഞാനിന്ന് സിക്സ് അടിക്കും.
എന്റെ അച്ഛൻ പഠിക്കുന്ന കാലത്ത് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഇവരെ അത് കൊല്ലു. ഇവരോട്ട് പിന്നെ ഒരു അച്ഛനോട്ട് ഇങ്ങോട്ട് വരാൻ ശരിയാക്കി തരാം. ആദ്യം കളിച്ച് എന്താ പറ്റിയേ? ടയറ് പൊട്ടിയതാ. ഞാൻ സഹായിക്കാം. നല്ല കനുണ്ട്, നിനക്ക് പറ്റില്ല. ഞാനും കൂടി കൂടാ. ഇനിയാണ് പണി. ടയറ് മാറ്റിട്ടാ പോരെ? മതി, എനിക്ക് ഒറ്റയ്ക്കാവും തോന്നുന്നില്ല. ഞാനും കൂടാ. നമുക്ക് വണ്ടിക്കാരെ നോക്കാം, അവരിപ്പോ സഹായിക്കും. വല്ലാത്തൊരു കുടുക്കലായി പോയല്ലോ. എങ്ങോട്ടാ പോകുന്നേ? ആശുപത്രിയിലേക്ക്. എന്താ സുഖം? എനിക്കല്ല, ഭാര്യയ്ക്ക. അവക്ക് തീരെ വയ്യ. കാലത്ത് തുടങ്ങിയതാ ശ്വാസം മുട്ടല്. ഡോക്ടറെ കാണണം. അയ്യോ, വെള്ളല്ലേ? ഞാൻ കൊണ്ടുവരാം. ആ, എന്താ കണ്ണ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചോടണേ? മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഓട്ടം തന്നെ ഓട്ടം. ഈശ്വരാ, എന്തൊക്കെയാ തട്ടിപ്പൊട്ടിച്ചാവോ. ഞങ്ങളുടെ കൂടെ കളിക്കാനും അമ്മ വന്നാ പിന്നെ ചെവിയിൽ പഞ്ഞു വെക്കുക നല്ലത്. വേണ്ട മുത്തശ്ശി, അപ്പ എങ്ങനെയാ റേഡിയോ കേൾക്കുക? കണ്ണ ഒന്ന് നിക്ക്. റോണി മാറിക്ക്. കണ്ണ എനിക്കൊരു കാര്യം പറയാണ്ട്. മാറാനല്ലേ പറഞ്ഞേ? നീ ഒന്ന് ഇറങ്ങ്. പിന്നെ പറയടാ. കണ്ണ ഞാനൊന്ന് പറയട്ടെ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? മാറാ. അമ്മേ. സ്റ്റോപ്പ്, 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 സ്റ്റോപ്പ്. എന്തു പറ്റി സാർ? ഒന്നും പറയണ്ട, ടയർ പഞ്ചറായി. ഓ, ജാക്കിയില്ലേ? ഇല്ല. സാരല്ല, നമുക്ക് ശരിയാക്കാം. ചോട്ടു, ഇതാവോ ആവോ. പിന്നെ എന്താ ജാക്കി, ലിവർ, സ്പെൻഡർ ആവോനാ ഛത്തീസ്ഗഡിയാ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് പിള്ളേര് ഇപ്പോഴത്തെ കാലത്ത് ഈ കിളിപ്പണിക്കൊന്നും വരില്ല സാറേ. അതുകൊണ്ടാ. എന്താ മോനെ കയ്യിൽ ചോര? ഒന്നുമില്ല. അല്ല സാർ എങ്ങോട്ടാ യാത്ര? ഭാര്യ ഡോക്ടറെ കാണിക്കണം. ഓ, ഭാര്യയുണ്ടല്ലേ. എവിടുന്നാ വരുന്നത്? അവിടെ ആനക്കല്ല് ഭാഗത്തുനിന്ന്. അവിടെ എവിടെ? ഞങ്ങള് സ്ഥിരമായിട്ട് സാധനങ്ങൾ എടുക്കുന്ന അവിടുന്നാ. എന്ത് സാധനം? അവിടെ നാങ്കുളം ഭാഗത്ത് നല്ല ജൈവ പച്ചക്കറി കിട്ടും. ഓ, ഞാനേ കുറച്ചപ്പുറത്ത് കരിപ്പൂക്കാവ് സ്റ്റോപ്പിനെടുത്താ. കരിപ്പൂക്കാവോ? കരിപ്പൂക്കാവിലമ്മേ കർക്കിടക വാവ് വരുന്നേ. അവിടെ ഒരു മാഷുണ്ടായിരുന്നു, ചിലപ്പോ കേട്ട് കാണും. മുല്ലരേഴ് മാഷ്. ആ, കേട്ടിട്ടുണ്ട്. കവിയല്ലേ? അതെ. പരിചയപ്പെട്ടിട്ടില്ല. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഓ, ഈ ഉൾനാടൻ ഗ്രാമമാണ് എപ്പോഴും താമസിക്കാൻ സൗകര്യവും സുഖവും അല്ലേ മാഷെ? റിട്ടയർ ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് കൂടി. ഒഴിഞ്ഞ സ്ഥലം
വലിയ തിരക്കൊന്നുമില്ലല്ലോ. അല്ല സാറ് അപ്പൊ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ CRPFിലായിരുന്നു. ആ VRS എടുത്ത് കൊണ്ട് പോന്നു. അല്ല ശ്ശേ, ഞാൻ സാറിന്റെ പേര് ചോദിച്ചില്ല. ജോൺ സാമുവൽ. അല്ല ഞാൻ എന്താ തരേണ്ടത്? എന്താ സാറേ ഇത്? ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ചെയ്യേണ്ട ചില ഓരോ മര്യാദകളല്ലേ. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ ബുദ്ധിമുട്ടുകളല്ലേ. മാസ്റ്റർ നാട്ടുകാരനല്ലേ. സാറ് പോയട്ടെ, ആശുപത്രിയിലെത്താൻ വൈകണ്ട. പോയട്ടെ പോയി. വലിയ ഉപകാരം. ഓ എന്താ സാർ? നിനക്കെന്താ തരേണ്ടത്? ഒന്നും വേണ്ട. മിഠായി വാങ്ങാനോടു വേണ്ട. എടുത്തോ. സാറ് പോയി പോയിക്കോളൂ. ഓ എന്നാ ഞാൻ പോട്ടെ. ഞങ്ങൾ പോട്ടെ. ഓക്കെ, താങ്ക് യു. ഓ ശരി ശരി, കാണാം കാണാം കാണാം. കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂറായി കാണും. Sir, please. Okay, Kanna, my dear boy, everything will be all right, okay? Okay, boy. ലാൽജി, അയാളെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. ഈ സംഭവം അവിടെ ചെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്നോടത്ത് വെച്ച് കാണാടാ, ഞങ്ങളൊക്കെ അല്ലേ കൂടെ. ഏ കണ്ണ,
നീ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് മനസ്സിലായല്ലോ. കുറ്റബോധം അത് തന്നെയാണോ ഏറ്റവും വലിയ പ്രായച്ചിത്തം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാറിനെ കണ്ടി കഴിഞ്ഞ് വിളിക്കോ. പോയോ. ആ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. കരിപ്പുകാവ് എത്തിയെന്ന് പറയണേ. ആ പറയാ. പോ പോ, രണ്ടാളും കൂടി വേഗം ഇറങ്ങ ചേട്ടാ. ആ ശബ്ദം ഒന്ന് കുറച്ച് വെച്ച മോനെ, തല വിങ്ങിയിട്ട് വരും. എന്നാ പിന്നെ ആരും പാട്ട് കേൾക്കണ്ട, എനിക്കിത് ഇതുണ്ട്. അവിടെ ടിക്കറ്റ് ടിക്കറ്റ്. ആ ഇവിടെ ആരാ ചാവടി കവലേന്ന് കയറിയത്? ചാവടിയാ? അവിടെ എല്ലാവരും വന്നടിയിലുള്ളൂ, അവിടെ നിന്ന് ആർക്കും കയറാൻ പറ്റൂല. ഈ ചങ്ങായി കൊണ്ട് സ്വൈരക്കേടായില്ല. ഒന്നും മിണ്ടാതിരിക്കാറുന്നവരെ. ദേ ഞാനിപ്പോ പാട്ട് വെക്കൂട്ടാ. ഇയാള് കേറിയപ്പോ തുടങ്ങിയതാ. എനിക്ക് മൂത്രമൊഴിക്കണം. ഒന്ന് നിർത്തി തരൂ, മോന് മൂത്രമൊഴിക്കാനാ. ഇത്ര നേരം വണ്ടി നിർത്തിയപ്പോ ചക്കന് മുള്ളാൻ പറ്റിയില്ല. വേഗം വാട്ടാ, ഇത് സമയത്തിന് ഓടുന്ന വണ്ടിയാ. ഈ കൊറങ്ങിനവിടേക്ക് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓടണ്. ഒന്ന് വേഗം വിട്ട ചേട്ടാ. ഈ കൊരങ്ങിന് ദൂരം മുട്ടി നിൽക്കായിരുന്നു. മുല്ലപ്പെരിയാർ വരെ മുട്ടി നിൽക്കുന്ന പത്രക്കാരി പറയണ. പിന്നല്ലേ ഈ മനുഷ്യന്മാരുടെ മൂത്രം. പിന്നെയും തുടങ്ങിയല്ല കാരണവര്. ലേശം വെള്ളം കുടിച്ചു, അപ്പൊ ശരിയാവും. മൂത്രം മുട്ടുമ്പോ ആരെയും വെള്ളം കുടിക്ക ചേട്ടാ. നീരോല് വെടി കൊണ്ട് 2 പെട്ടങ്ങ് കിട്ടിയ മൂത്രൊക്കെ താനെ പൊക്കോളും ചേട്ടാ. എനിക്ക് അനുഭവമുള്ള. അതെ, നിനക്ക് അന്നും നന്നായി കിട്ടിയില്ലേ? ഒന്ന് വേഗം വിട്ടേട്ടാ. ആ കൂളിംഗ് ഗ്ലാസ് വെച്ച കോന്ത വേഗം ഒന്ന് കേറി. ഒരു ടീമാവുണ്ട്. പോ പോ പോ. ആനക്കല്ല് പറഞ്ഞവരൊക്കെ വേമ്പ. ആനക്കല്ലേ ഒന്ന് വേഗം ഇറങ്ങണ്ട അമ്മയ്യേ. വേഗം ഇറങ്ങി വേഗം ഓടിയിറങ്ങി ഓടിയിറങ്ങി. പോ. ഹലോ, ആനക്കല്ല് കഴിഞ്ഞു, അടുത്ത സ്റ്റോപ്പ് കരിപ്പൂക്കാവ്. ഇറങ്ങാം. പ്രിയ സുഹൃത്തുക്കളെ, എന്റെ സ്വന്തം വീട്ടുവളപ്പിൽ അഴിച്ചിട്ട് വളർത്തിയ 2 നാടൻ നിങ്ങൾക്ക് കയറാൻ വേറെ ബസ് കിട്ടും. എനിക്ക് ഇറങ്ങാൻ ഈ ബസ് മാത്രം. ഒന്ന് മാറിന്നേ, ഒരു പുല്ലുവേല. ഒന്ന് പോവാൻ നോക്കടാ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 എവിടേക്കാ? ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഒരു ജോൺ സാമുൽ സാറിന്റെ വീട് എവിടെയെന്ന് അറിയോ? ജോൺ സാമുൽ നടക്കാൻ കുറച്ചുണ്ടല്ലോ. ഒരു ഓട്ടോ വിളിക്കുന്നതാ നല്ലത്. തുമ്പി ഇങ്ങോട്ട് വന്നരാ ചേട്ടാ. പോരാട്ടോ, ഒരു വാടകയുണ്ട് നമ്മുടെ മാസ്റ്റർ വീടിന്റെ അടുത്തായിട്ടാ. ഒന്ന് കൊണ്ടുവിട്ടെ. ദേശനിവാസികൾക്ക് ഞങ്ങളുടെ നന്ദി നന്ദി നന്ദി. ചേട്ടാ, എന്റെ പേര് സുധീർ കുമാർ എന്നാ. തുമ്പിന്ന് ആൾക്കാർ കളിയാക്കി വിളിക്കുന്നതാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചോട്ടെ, നമുക്ക് വാടക കിട്ടിയോ. കടം കയറി വീട് കുട്ടിച്ചോറായപ്പോ ആരും 10 പൈസ ഒന്നും സഹായിച്ചിട്ടില്ല. മാഷുള്ളപ്പോ ഒരു രസമായിരുന്നു. ഏത് വലിയ പരിപാടിക്ക് പോകുമ്പോഴും ഓട്ടോയിൽ പോണതാ മാഷ്ക്ക് ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഗണപതി ഇല്ലാത്ത എലിയുടെ പോലെ. കാശിന്റെ പിറകെ പരക്കം പായുന്നതൊക്കെ വെറുതെ എൻ്റെ സാറേ. ജീവിതം ദേ ഇത്രയേ ഉള്ളൂ. ജോൺ സാമുൽ സാറിന് അറിയോ? പിന്നെ അറിയോന്നോ? എല്ലാവരും കേണൽ സാറെന്നാ വിളിക്കുക. ആളൊരു പാവാ. ആളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞ ആഴ്ച. അതറിഞ്ഞിട്ട് വരണതാവൂല്ലേ? നിങ്ങൾ ബന്ധുക്കളാണോ? അല്ല, ഞങ്ങൾ സാറിനൊന്ന് കാണാൻ വന്നത്. 10-15 കൊല്ലായി അവരിവിടെ വന്നിട്ടേ. ഇടയ്ക്കൊക്കെ ഞാൻ കേരളത്തെ സഹായിക്കാൻ പോകാറുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങാൻ ചിലപ്പോൾ എന്നെ വിളിക്കും. പറമ്പും പണിക്കാരും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടുകാരാണ്. ഇതാ തോട്ടത്തിന് നടുക്കുള്ള വീടാ. എത്രയാ? 30. തിരിച്ചു പോകുമ്പോൾ വിളിച്ചാൽ മതി. നമ്പർ പുറയിൽ എഴുതിയിട്ടുണ്ട്. ആ.
ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ സാറിനൊന്ന് കാണാൻ വന്നതാ. എവിടുന്ന വരുന്നത്? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. അതാ ഞാനാദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. പക്ഷേ ഇവൻ എൻ്റെ മകൻ സാറിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് നന്നായി. നീ വാ വാ. ശരി. ഈ കുട്ടിയുണ്ടല്ലോ, മിടുക്കനാ. നിങ്ങൾക്കിവിടെ ഒന്ന് എന്നെ കാണാൻ തോന്നിയല്ലോ, അതേതായാലും നന്നായി. അത് സാർ, കണ്ണൻ സാറിൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോഴാ തനിച്ചല്ല എന്ന് തോന്നുന്നത്. അതിരിക്കട്ടെ, എന്താ പേര്? ബാലു. ബാലേന്ദ്രൻ. ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്നു. ഓ, ഇവരെന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട് ഓൺ ലൈഫ് എന്ന മാഗസീനിൽ. അതിൽ മിശ്രുവായുവിനെ കുറിച്ചുള്ള പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കുട്ടികളാണ്. ഓർമ്മകൾ മരിക്കുന്നതിന് മുൻപ് അല്ലേ? എല്ലാ ഓർമ്മകളും വിലപ്പെട്ടതല്ലേ സർ? അനുഭവസ്ഥർ സ്വന്തം ജീവിതകഥ പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ? സംതിങ് സ്പെഷ്യൽ. ഈ കുട്ടികൾ കുറച്ച് ദിവസമായിട്ട് വരുന്നതാ. നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും ഒന്നും പിന്നേക്ക് നീട്ടിവെക്കായിരിക്കുന്നതാണ് നല്ലത്. എനിക്കും അധികം കാലമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും പറയില്ലേ സർ? വെറുതെ പറയുന്നതല്ല. ഗൗരി പോയതിന് ശേഷം എന്തോ ഒരു വല്ലായ്മ, എവിടെയോ എന്തൊക്കെയോ തളം കെട്ടി കിടക്കുന്ന ഒരു വേദന. ഞങ്ങൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ സർ? അതവിടെ കട്ടെ. ആദ്യം നമുക്കൊരു ചായ കുടിക്കാം. വരൂ. ഒരു ദിവസം ഞാനൊരു 10-20 ചായയെങ്കിലും കുടിക്കും. പണ്ടുള്ള ശീല. ചില ശീലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവില്ലല്ലോ. അത് നമ്മെ ഇങ്ങനെ പിന്തുടരും, വിശ്വസ്തനായൊരു നായയെ പോലെ. മറ്റുള്ളവർക്ക് തോന്നും അത് നമ്മളെ കടിച്ചു കയറുമെന്ന്. ഇവിടെ വേറെ ആരുമില്ലേ? കൂടെ ആള് പോയില്ലേ? നോക്കൂ സാർ, അങ്ങയോട് എന്ത് പറയണമെന്നറിയില്ല. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. അന്ന് ഇവനാ എന്നെ സഹായിക്കാൻ വന്നത്. കുട്ടികളായ എങ്ങനെ വേണം. അപ്പൊ നമുക്ക് സാറിന്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയാലോ? കുട്ടിക്കാലം. ഫാദർ ഡേവിസ് ആലപ്പാട്ട്. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത എനിക്ക് ആലപ്പാട്ടച്ഛനായിരുന്നു എല്ലാം. മറ്റുള്ളവർ തന്നത് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഭീഷണികളും മാത്രം. അച്ഛൻ എന്നെ സംരക്ഷിച്ചു, പഠിപ്പിച്ചു. മതഗ്രന്ഥങ്ങൾക്കപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്ന് അച്ഛൻ എനിക്ക് തന്ന പുസ്തകങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. ആലപ്പട്ടച്ചൻ പോയി, ഇപ്പൊ ഗൗരിയും. എന്റെ ഗൗരി പാവായിരുന്നു, ഞാനദുഷ്ടൻ. അച്ഛനാണ് ഗൗരിയെ എനിക്ക് പരിചയപ്പെടാനും അടുത്തറിയാനും കൂട്ടുന്നത്. ഞങ്ങൾ ഒന്നായി കാണണമെന്ന് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചതും അച്ഛനായിരിക്കും. കിളിപാടും കുളിർപ്പാട്ടിനെതിർപ്പാട്ടെവിടെ, ദൂരെ പുഴമീട്ടും മഴ വീണക്കുടമിന്നെവിടെ. കിളിപാടും കുളിർപ്പാട്ടിനെതിർപ്പാട്ടെവിടെ, ദൂരെ പുഴമീട്ടും മഴ വീണക്കുടമിന്നെവിടെ. പുലർമാനപ്പുള്ളൊത്തി കരിമേഘക്കാക്കാത്തി തുയിലുണരുണരുണര്. ആടിക്കാറ്റാടും കോലോത്തി പൂമുറ്റത്ത്
കുടമിന്മേൽ ചിറകാട്ടി ചിരി കൂട്ടി ചിലു ചിൽ 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 കിളിപാടും കുളിർപ്പാട്ടിനെതിർപ്പാട്ടെവിടെ ദൂരെ പുഴമീട്ടും മഴ വീണ കുടമിന്നെവിടെ കുമ്പിളിൽ കുസൃതി മഴ നിന്നെ കൂവളമൊളിച്ചു വച്ചു ചേമ്പിലക്കുമ്പിളിൽ കുസൃതി മഴ നിന്നെ കൂവളമൊളിച്ചു വച്ചു കുറുമ്പുറുമ്പവളുടെ കാതിൽ ചൊല്ലി കടം കഥ കിളിപാടും കുളിർപ്പാട്ടിനെതിർപ്പാട്ടെവിടെ ദൂരെ പുഴമീട്ടും മഴ വീണ കുടമിന്നെവിടെ തിരുതേവരെ നിന്നെ ആരതി തിരിയൊഴിയാ തേരിലിറങ്ങുമിൻ തിരുതേവരെ നിന്നെ ആരതി തിരിയൊഴിയാ അരപ്പവനൊരുക്കി ഞാൻ കോലം തീർക്കാം അണിവയിൽ കസവു പാട്ടെവിടെ ദൂരെ പുഴമീട്ടും മഴ വീണ കുടമിന്നെവിടെ പുലർമാനപ്പുള്ളൊത്തി കരിമേഘക്കാത്തി തുയിലുണരുണരുണര ആടിക്കാറ്റാടും കോലൊത്തി പൂമുറ്റത്ത് മീനം നാവേറ പാടുന്ന കാവോരത്ത് കുറുമാട്ടിക്കുരുവി നീ ചെറുനാരകമൊട്ടിന്മേൽ ചിറകാട്ടി ചിരി കൂട്ടി ചിലു ചിൽ 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 കിളിപാടും കുളിർപ്പാട്ടിനെതിർപ്പാട്ടെവിടെ ദൂരെ പുഴമീട്ടും മഴ വീണ കുടമിന്നെവിടെ ഇളം കാറ്റ് വന്ന് തലോടിപ്പോകുന്ന ഒരു കുളിർമ ഈ സായാഹ്നത്തെ മഞ്ഞവയിൽ എൻ്റെ ജീവിതത്തിന് നിഴലുകൾ തീർത്തു ഭൂമിയിലും ആകാശത്തിലും നിറയെ പൂക്കളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ജോൺ സങ്കടപ്പെടരുത്. ഗൗരി കൂടെയുള്ളപ്പോ എനിക്കെന്തൊരു സങ്കടം. ഈ പ്രേമെന്നൊക്കെ പറഞ്ഞേ ചുറ്റിക്കറങ്ങി മൂക്കും കുത്തി വീഴാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ. ആകപ്പാടെ കിട്ടിയപ്പോ എന്റെ ജീവിതം മാഷേ വെറുതെ വൃത്തിയേടാക്കണ്ട, നല്ല വഴിക്ക് പോവാം. ഗൗരി വിചാരിച്ചത് ഞാൻ തമാശ കളിക്കാന്നാണോ? പിന്നല്ലാതെ ഈ പ്രായത്തിൽ ഇങ്ങനൊക്കെ തോന്നണത് സ്വാഭാവികമാണ് എല്ലാരും പറയണത്. ആരാ പറഞ്ഞ? അതെന്തിനാ പറയണേ? അങ്ങനെയാണെന്ന് അറിഞ്ഞ പോരെ? പോരാ, ജീവിതത്തിലേക്ക് ഒരാൾ കൂടി വന്നോട്ടെ എന്ന് മനസ്സ് പറയുന്നു. എന്നാ ഒരു കഥയോ കവിതയോ എഴുതിക്കോളൂ.
മനസ്സ് പറയുന്ന അനുസരിച്ച് എഴുതി വലിയ ആളാവുമ്പോ ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാലോ. കളിയാക്കണ്ട. ഞാൻ ശരിക്കും പറഞ്ഞതാ. തമാശ കളിച്ച് നശിപ്പിക്കരുത് ജീവിതം. ഞാനിപ്പോ എന്ത് തമാശ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? എനിക്ക് ഗൗരി ഇഷ്ടമാണെന്നാണോ? അതിനെന്താ എത്ര തമാശ? എന്നാ ഇവിടുന്ന് കൊണ്ടുപോകണം. ശരി. ഇനി ഒരിക്കലും ഇവിടേക്ക് വരാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട. സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം നമ്മളെ ആട്ടി പുറത്താക്കും. ആക്കട്ടെ. ജോണിനെല്ലാം നിസാരം. അല്ല, എനിക്കൊന്നും നിസാരല്ല. എനിക്കൊന്ന് ആലോചിക്കണം. പക്ഷെ തീരുമാനം നമ്മൾ ഒന്നിച്ച് ജീവിക്കുമെന്നായിരിക്കണം. അവൾ ആഗ്രഹിച്ച ജീവിതം, അവളുടെ ഇഷ്ടം ഒന്നും നടന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കുള്ളിൽ ഗൗരിയെ കെട്ടിയിട്ടു. ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു അവളെ സന്തോഷിപ്പിക്കാൻ, ചിരിക്കാൻ. അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അവൾ എന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. എന്തായിരുന്നു അവരുടെ അസുഖം? എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചത് തന്നെ. എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. എന്താ പറയാണ്ടെന്ന് പറഞ്ഞത്? ഒരു ചാൻസ് വന്നിട്ടുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് നേരിട്ട് സെലക്ഷൻ. അച്ഛൻ ശരിയാക്കിയതാ. പോകുന്നുണ്ടോ? 2 വർഷത്തെ ബോണ്ട് ഉണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാവുന്ന പോസ്റ്റാ. പോലീസിന് ഇഷ്ടാണോ? പണ്ട് മുതലേ ഇഷ്ടാ. അതുകൊണ്ടാ NCCയിലൊക്കെ ചേർന്നെ. ഗൗരിക്ക് ഇഷ്ടല്ലേ? എന്ത്? പോലീസിനെ. അയ്യോ, എനിക്ക് പേടിയാ. ഗൗരിയെ പിരിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോവുക എന്നത് എനിക്ക് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. എനിക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു. അവൾ അറിയാതെ തുടങ്ങിയ ഒരിഷ്ടം. പറഞ്ഞും പറയാതെയും അത് പടർന്ന് പന്തലിച്ചു. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ആലപ്പട്ടച്ചനോട് തുറന്നു പറഞ്ഞു. ഇവൻ പറഞ്ഞതൊക്കെ നേരാണോ മോളെ? അതെ. അവൻ പറഞ്ഞത് എന്താണെന്നാ മോൾ വിചാരിച്ചത്? എന്തായാലും ശരിയാ. അപ്പോൾ അത്രത്തോളമായ കാര്യങ്ങളല്ലേ? കൊച്ചേ, ഇവൻ എൻ്റെ മോനാ. അവൻ്റെ ഒരിഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കില്ല. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുന്നതാണ് കർത്താവിനും ഇഷ്ടം. മനുഷ്യരോട് പരസ്പരം സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ പേടിക്കണ്ട, എല്ലാം ശരിയാകും വരെ സൂക്ഷിക്കണം. ചുറ്റിലും പ്രശ്നക്കാരുണ്ട്. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്ന് പോയി വരട്ടെ. ശരി ഫാദർ. താഴെ ക്യാമ്പിൽ നിന്നും വരുന്ന ജവാന്മാർ എഴുത്തുകൾ കൊണ്ടുവരും. ഗൗരിയുടെ കത്തുകൾക്ക്, അതിലക്ഷരങ്ങൾക്ക് മഞ്ഞുകാലത്ത് മറികടക്കാനുള്ള പ്രണയത്തിൻ്റെ അഗ്നിയുണ്ടായിരുന്നു. ജോൺ, കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എല്ലാവരും കൂടി കല്യാണക്കാര്യം പറഞ്ഞ് ഒരു സൗകര്യവും തരുന്നില്ല. ഇങ്ങനെ പോയ അധിക നാൾ പിടിച്ചു നിൽക്കാനാവില്ല. എന്ത് വന്നാലും വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങില്ല. അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കൂ. ഇനി അധികം വൈകിക്കരുത്. എല്ലാം വേണ്ട രീതിയിൽ മനസ്സിലായെന്ന് കരുതട്ടെ. ഇനി അഥവാ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ അധികം ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. സ്നേഹപൂർവ്വം, ജോണിൻ്റെ ഗൗരി.
അങ്ങനെ ഗൗരി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇനി അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രം എന്ന തോന്നൽ അവളിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു. ആദ്യമൊക്കെ ഒരു നിമിഷം പോലും അവളെ തനിച്ചാക്കി പോരാൻ ഞാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ വേണ്ടി വന്നപ്പോഴെല്ലാം ജോലി എനിക്കൊരു ഭാരമായി തോന്നാൻ തുടങ്ങി. അതെ മിസ്റ്റർ ജോൺ സാമുവൽ, ജോലിക്ക് പോയില്ലെങ്കിൽ കഞ്ഞിപിടി മുട്ടുവേ. മടി പിടിച്ചിരിക്കാണ്ട് വേഗം പോയിക്കോളൂ കേട്ടോ. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് എവിടെയും പോകാൻ തോന്നുന്നില്ല. അതൊക്കെ ശരി, എനിക്കിഷ്ടായി. പക്ഷെ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠതയൊക്കെ ഉള്ള ഒരാള് സ്വന്തം കാര്യങ്ങളൊക്കെ മറന്ന് പെണ്ണിനെയും കെട്ടിപ്പിടിച്ചിരുന്നാ മതിയോ? പിന്നെ നല്ല കുട്ടിയല്ലേ, വേഗം പോയി റെഡിയാവ്. ശരി, പക്ഷെ ഞാൻ വരുന്നവരെ നീ പുറത്തിറങ്ങരുത്, ആരെയും കാണരുത്. ഇനി അഥവാ കണ്ടാൽ തന്നെ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. അയ്യോ, ശരിക്കും പട്ടാളിച്ചിട്ട് തന്നെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ? ഇനി എനിക്ക് എന്റേതായ ഒന്നുമില്ല അല്ലേ? എല്ലാം ജോണിൻ്റെതാണ്, ജോൺ എന്റേതും. അപ്പൊ എല്ലാം എന്റേതായി അല്ലേ? ദേ, ഒന്നും കൂടി വരൂ. എന്തേ? കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ കുറെ പ്രാർത്ഥിച്ച കുട്ടിക്കാലത്ത്, ഇനി നീ പ്രാർത്ഥിച്ചാ മതി. നോക്കൂ, കുട്ടിക്കാലത്ത് മാത്രം പ്രാർത്ഥിച്ചാ പോരാ, എന്നും എപ്പോഴും വേണൊരു പ്രാർത്ഥന. അല്ലെങ്കിലും ജോൺ ഞാൻ പറഞ്ഞൊന്നും കേൾക്കാണ്ടായി. നീ എന്താ ഗൗരി ഇങ്ങനെ? എന്താ ഉണ്ടായേ? വെറുതെ അല്ല ജോൺ, സത്യമായിട്ടും എനിക്ക് അങ്ങനെ എന്തോ ഒരു ഒറ്റപ്പെടൽ തോന്നുന്നു. നീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു തോന്നണതാ. ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഫോഴ്സിന്റെ ഭാഗമാണ്, അത് മറക്കരുത്. ഞാൻ മറന്നിട്ടല്ല ജോൺ. പിന്നെന്താ? എന്തോ ഇപ്പൊ എനിക്കൊരു തരം പൊസീവ്നെസ്. ജോൺ എപ്പോഴും എന്റെ കൂടെ വേണം തോന്നും. വീട്ടുകാരെ കാണണം തോന്നുന്നുണ്ടോ? ജോൺ കൂടെ ഉണ്ടായാ മതി. അവാർഡുകൾ, അംഗീകാരങ്ങൾ, പദവികൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് നിറപ്പകിട്ടായി വന്നു ചേർന്നു. ഞങ്ങൾ മതിമറന്ന് ആഘോഷിച്ചു. ജോലി തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഇടവേളകളിൽ ഞാൻ ഗൗരിയുടെ അടുത്തെത്താൻ കൊതിച്ചു. സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് ഒരു കുറവും വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വർഷങ്ങൾ വേണ്ടി വന്നു ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ. നീണ്ട 18 വർഷങ്ങൾ. ഇത് സുനിൽ, വെറ്റിനറി സർജനാ. അച്ഛനുള്ളപ്പോഴേ ഇവരുടെ വീട്ടുകാരാ ഈ വീടും പറമ്പൊക്കെ നോക്കിയിരുന്നത്. ആ കോയമ്പത്തൂരുകാരൻ രഘുറാം എന്നും വിളിച്ചിരുന്നു. എന്താ തീരുമാനം ഉടൻ പറയണമെന്നാ പറഞ്ഞത്. എന്തിനോട് വെക്കുന്നത്? ഇതിവിടെ കിടക്കട്ടെ, ഒരു ഓർമ്മയായിട്ട്, അച്ഛൻ്റെ ഓർമ്മയായിട്ട്. സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. അവസാന നാളുകളിൽ അച്ഛൻ എവിടെയായിരുന്നു? ഇവിടുത്തെ അടക്കം ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഇതാണ് കല്ലറമേട്. ഇവിടെയാണ് അച്ഛനെ അടക്കം ചെയ്തത്. ഈ കാണുന്ന 2 കല്ലറകൾ ആരുടേതാണെന്ന് എത്ര ചോദിച്ചിട്ടും അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഞാനും അത് അന്വേഷിക്കാതായി. നിങ്ങൾക്കറിയോ, ഞാൻ കുട്ടിക്കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇതെൻ്റെ അപ്പനും അമ്മയായിരിക്കണേന്ന്.
എന്താണ് ഡോക്ടർ പറഞ്ഞത് എനിക്കറിയില്ലേ? വയ്യ. കുറച്ചൊക്കെ നടക്കണം എന്നുള്ളത്. ആ, ഞാൻ സഹായിക്കാം. ജോൺ, നമുക്ക് എവിടെങ്കിലും ഇരിക്കാം. എന്താണ് ഗൗരി? പ്ലീസ് ജോൺ. ഇങ്ങനെ മടി കാണിച്ചല്ലോ. ജോൺ, നിനക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം. കമോ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, മെല്ലെ ഇരുന്നോ. ആ ആ, ഓ, സമാധാനമായല്ലോ. ഒരു കണക്കിന് വീട്ടുകാരും നാട്ടുകാരും ഇല്ലാതിരുന്നത് നന്നായി. എന്തേ? ഈ വയസ്സാം കാലത്ത് വയറും വെച്ച് ഛേ, നാണക്കേട്. അതിനിപ്പോ അത്ര വയറൊന്നുമില്ലല്ലോ. ഭംഗി ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാ ദേ ഇത്രയും വരും. കാറ്റ് നിറച്ച ബലൂണ് പോലെ. വാ, എണീക്ക്. Come on, ഗൗരി. വാ വാ വാ. അതെ, മെല്ലെ മെല്ലെ മെല്ലെ. മടി പിടിച്ചിരുന്നാലേ നീ തന്നെ ബുദ്ധിമുട്ടുക. ഗൗരി കൂടുതൽ സന്തോഷവതിയായി. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങൾ എന്നെയും സന്തോഷിപ്പിച്ചു. അവൾക്ക് കൂടുതൽ ശ്രദ്ധ വേണം എന്നെനിക്ക് തോന്നി. വീട്ടിൽ തനിച്ചിരിക്കുന്ന ഗൗരിയെ എനിക്ക് എത്ര കണ്ട് കെയർ ചെയ്യാൻ പറ്റും എന്ന വേവലാതിയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് CRPF ക്യാമ്പിന് പുറത്തുള്ള കിഷൻജിയും ദീദിയും ഞങ്ങളുടെ രക്ഷയ്ക്കെത്തിയത്. गौरी बेटी हाँ बेटी प्रेगनेंसी टाइम में अच्छा ഫുഡ് കഴിക്കണം. ഗുഡ് വേർഡ്സ്, ഗുഡ് ടോക്സ്. പിന്നെ എല്ലാവരോടും നല്ല പോലെ ബിഹേവ് ചെയ്യണം. സാപ്പിടമ്മ. ഈ കിഷൻജി എന്നെ കൊണ്ട് എന്തൊക്കെ തീറ്റിക്കാൻ അറിയോ? നീ ചെറുച്ച് മയക്ക വേണ. ഫ്രൂട്ട്സ് എടുത്ത് സാപ്പിടും. വേണ്ട ദീദി. ഫുള്ള സാപ്പിടമ്മ. ദീദി, ഞാൻ കൊടുത്തോളാം. സാർ ഇവിടെ ഒന്നേ സാപ്പിടല്ല. ഞാൻ ഇപ്പൊ തന്നെ കൊറേ കഴിച്ചു. ഇതാ കണ്ടോ, കല്ല് കല്ല് പോലെ ഇരിക്കുന്നു വയറ്. ഞാൻ ഇവർക്ക് ഒരു ചായ പോട്ട് കൊടുത്തിട്ട് പറയാം. വട്ടുമാ, വാങ്ങോ. അതെ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് മതി ലാത്തിയടി. ഇത് വലിയ കഷ്ടാട്ടോ ജോൺ. മനുഷ്യന് ആവശ്യമുള്ളതല്ലേ കഴിക്കാം. ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയില്ലേ? വേണ്ടാന്ന് തോന്നിയാലും പോഷകാഹാരങ്ങൾ നല്ലോണം കഴിക്കണം. നോക്ക്, കുഞ്ഞുവാവയുടെ ഓരോ സെൽസും വളരുന്ന പ്രായ. പ്ലീസ് ജോൺ. നോ എക്സ്ക്യൂസ്. അച്ഛനും വേണം ആരോഗ്യം. ഞങ്ങളെ പൊന്നു പോലെ നോക്കേണ്ടതല്ലേ. ഏയ് ഗൗരി, 10-20 കൊല്ലായില്ലേ? നമുക്ക് നാട്ടിലേക്ക് പോയാലോ? എല്ലാവരെയും വിട്ടു പോരുമ്പോ പറഞ്ഞതെല്ലാം ജോൺ മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്ക് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം മടുത്തിട്ടില്ല ജോൺ. വേണ്ട, ആരും അറിയണ്ട, ആരും കാണണ്ട, നമുക്ക് എവിടെയും പോണ്ട. ഏയ് ജോൺ. ഒന്നുമില്ലടാ, ആരും വേണ്ട. നമുക്ക് നമ്മൾ മാത്രം. പിന്നെ ഈ കുഞ്ഞാവേ. You see, we are opposing them very strongly, and the people are also giving us good support. Also, we have to be on high alert, क्योंकि उनका अगला वार हमारा कैंप हो सकता है. And one more thing, आपके फैमिली की हिफाजत के लिए उन्हें हेडक्वार्टर में शिफ्ट करो. लेकिन सर, गौरी का इस साल में ख्याल रखना बहुत जरूरी है. किशन जी और दीदी गौरी को अपनी बेटी की तरह मानता है. कोई और उनकी तरह उसकी देखभाल नहीं कर पाएगा. इसलिए वहाँ रहना ही सही है. ओके, ठीक है, बट बी केयरफुल. राइट सर.
കിഷൻജി, ദീദി എന്ത് ദീദി? ഗൗരി, 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 ഏയ് കമോൺ ഗൗരി, ഗൗരി, ഗൗരി. जो कार्य आतंकवादी ने की है वो माफी की लायक नहीं है। हमें मुंह तोड़ जवाब देना चाहिए। आई एम नॉट ब्लेमिंग यू, फिर भी इतना सुरक्षित कैंप छोड़कर जाने का क्या मतलब है? लगता है आगे जो करना है वो तुमको तय करना है। तुम गौरी का सेहत का ध्यान रखो, हम आपके मदद के लिए हमेशा तैयार हैं। थैंक यू सर। ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ ഗൗരി എൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. Sir, let me remind again. She is emotionally very disturbed. In this condition, we can't predict how she will react. There should be someone always near her. So please be careful. God willing, everything will be all right. ഞങ്ങൾ പോണു സാറേ. കിഷൻജി, നിങ്ങൾ വേണം, എനിക്ക് വേറെ ആരാ ഉള്ളത്?
ഞങ്ങൾ ഇവരെ നിന്നാൽ ആ പാകലാത്മികൾ ഞങ്ങളെ കൊല്ലും. വേണം സാബ്, ഞങ്ങൾ പോവാ. ഗൗരി ബേട്ടി, വാ. എന്താ ഗൗരി ഇത്? ഇങ്ങനെ ഒന്നും കഴിക്കാൻ എത്ര ദിവസം വച്ചിട്ടാ? നേരത്തിന് എന്തെങ്കിലും കഴിക്കണ്ടേ? നോക്ക്, ആ നേഴ്സ് എന്താ പറഞ്ഞെന്നറിയോ? പ്രസവിച്ച പോലെ കണക്കാക്കണമെന്ന്. 90 ദിവസമെങ്കിലും നന്നായി ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാവുന്നല്ലേ ഡോക്ടർ കൂടെ പറഞ്ഞത്? എനിക്കൊരിക്കലും എൻ്റെ ഗൗരിയെ തിരിച്ചു കിട്ടിയില്ല. കുറേ കാലം പ്രതീക്ഷയോടെ കാത്തിരുന്നു. പിന്നെ ആ സർവീസിൽ നിന്ന് സ്വയം പിരിഞ്ഞു. ഗൗരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറേ ഓടി നടന്നു. ചെറിയൊരു മാറ്റമെങ്കിലും. ഒന്നും സംഭവിച്ചില്ല. ഒന്നും. 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോന്നു. പിന്നീട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എവിടെയായിരുന്നു സാർ? മനസ്സ് മരവിച്ച പോലെ ശരീരവും മരവിച്ചു. ചില കാഴ്ചകൾ ഓർമ്മകൾ പോലെയാണെന്ന് എനിക്ക് തോന്നി. നോക്കി നോക്കി നിൽക്കെ അവ മാഞ്ഞു പോകും. എത്രയോ നാളെടുത്ത് നാം സ്ലേറ്റിൽ എഴുതിയ വാക്കുകൾ പോലെ, വരച്ച ചിത്രങ്ങൾ പോലെ. എല്ലാം കാലം ഒരു മഷിത്തണ്ട് കൊണ്ട് മായ്ച്ചു കളയും, അല്ലടോ? ഞാൻ വലിച്ചഴിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഇഷ്ടം എൻ്റെ മാത്രം ഇഷ്ടമായിരുന്നു. അവളൊരു പാവം. ഓർമ്മകളൊക്കെ അടുക്കി വയ്ക്കാം, പക്ഷെ ജീവിതം അതുപോലെ അടുക്കി വയ്ക്കാനാവില്ലല്ലോ. ഗൗരി, എന്തും വേണോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഒറ്റപ്പെടുമ്പോഴാണല്ലോ സാർ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകൾ തികട്ടി വരുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പഴയതെല്ലാം ഓർക്കും, എന്നാൽ ഇന്നലെ നടന്നതോ മറക്കുകയും ചെയ്യും. വയസ്സാവുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെയാ. ഗൗരി, ഗൗരി, എന്താ ഗൗരി? എവിടെ? ഇവിടെയാണോ ഗൗരി? കമോൺ കമോൺ. ഗൗരി, ഗൗരി, ഗൗരി.
ഇവിടെയാണ് ഗൗരി ദഹിപ്പിച്ചത്. ഫാദർ എപ്പോഴും പറയുമായിരുന്നു, ജാതി, മതം, ആചാരങ്ങൾ ഇതൊന്നും മനുഷ്യബന്ധങ്ങൾ മുറിവേൽപ്പിക്കുന്ന തരത്തിലാകരുതെന്ന്. എക്സാക്ട്ലി സർ. ആരും ആർക്കൊരു ബേർൺ ആവരുത്. സാറിന് തിരക്കിലേക്ക് നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാമായിരുന്നു. ഏയ്, ഇന്നിനി വേണ്ട. 2 ദിവസം കഴിയട്ടെ. അല്ലെങ്കിലും ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു തീർക്കാവുന്നതാണോ ജീവിതം? അല്ല, നിങ്ങളിങ്ങനെ ലിവിങ് ടുഗദറായി നടന്നാൽ മതിയോ? എന്നാ കിട്ടുന്നത്? ഏയ് നോ സർ, അതിന് ഇവന് അതിനുള്ള ഗട്ട്സ് ഒന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സർ. ഓക്കെ, ബൈ. ശരി, ബൈ. സർ, സർ, സത്യത്തിൽ ഞങ്ങൾ വന്നത് ഇവൻ ചെയ്തൊരു കുറ്റത്തിന് മാപ്പപേക്ഷിക്കാനാണ്. അതിനിവനെ തെറ്റ് ചെയ്തു. സാർ, സോറി സാർ. സാറിൻ്റെ കാറ് പഞ്ചറാക്കിയത് ഞാനാ. ഹേയ്, തെറ്റ് ശരി എന്നൊക്കെയുള്ളത് വെറും ആപേക്ഷികമല്ലേ ബാലു. അവനൊരു തമാശ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ സമയം അല്പം വൈകിയത് മാത്രം. ബാലുവിനറിയോ, അതിനൊക്കെ എത്രയോ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗൗരി മരിച്ചിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോനി വാ വാ ചെല്ല്. വാടോ. ഈ കുട്ടി നന്നാവും. ഇവനൊരു നല്ല മനസ്സുണ്ട്. ഇനി വൈകണ്ട, പോയിക്കോളൂ. കാത്തിരിക്കാനും വൈകൽ പരിപാലിപ്പിക്കാനൊക്കെ വീട്ടിലാളുണ്ടല്ലോ. പോയിക്കോളൂ. സാർ, ഞങ്ങൾ ഇടയ്ക്ക് വന്ന് സാറിനെ കാണാം. ആ, ഇടയ്ക്ക് വരൂ. ആരെങ്കിലും കൊണ്ടെന്നുള്ള തോന്നൽ വലിയൊരു ആശ്വാസമാണ്. ശരി സാർ. ഓക്കെ, ബൈ. വിജയേട്ടാ, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഇല്ല, ഒക്കെ വന്നിട്ട് പറയാം. ശരി. വരൂ. പ്രിൻസി, ബാല കയറിയിരിക്കൂ. വേണ്ട പ്രിൻസി, ഞങ്ങൾ കുട്ടികൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടി വന്നതാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ എന്നും ഉണ്ടാവും ഓരോരോ പ്രശ്നങ്ങൾ. ഈയിടെ എന്നോട് രക്ഷണം മിണ്ടൊന്നുമില്ല. ഹേയ്, ഒന്ന് ചിരിക്കട റോണി. റോണി കണ്ണാ, കുട്ടികളാകുമ്പോ തള്ളുകൂടും, പിണങ്ങും, അല്ലേടാ? ഓക്കെ നൗ. That's good. ചിരി. തെറ്റും ചെറിയും തിരിച്ചറിയാൻ അവരെ പഠിപ്പിക്കണം, അവരെ സ്നേഹിക്കണം. സ്നേഹത്തിനേക്കാൾ വലുതായി ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടത് അച്ഛനമ്മമാരിൽ നിന്നാണ്. അവർ ഈ ആകാശവും ഭൂമിയും കണ്ട് കളിച്ചു വളരട്ടെ. അക്ഷരം തൊട്ട് തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ. ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ.
അക്ഷരം തൊട്ട് തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാം. ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാം. ഈ ജന്മം തന്നെ നേടാം. ഉള്ളവരില്ലാത്തവർ എന്ന ഭേദമീ ഊഴിയില്ലാതെയാക്കാൻ ഋതുപരിണാമരഥത്തിൽ വരും കാലം എന്നുമേ നമ്മെ തുണയ്ക്കാൻ. എന്നുമേ നമ്മെ തുണയ്ക്കാൻ. അക്ഷരം തൊട്ട് തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാം.